അക്തറുഹും ലാ യുഅ്മിനൂൻ, അവരിൽ അധികം ആളുകളും വിശ്വസിക്കാത്തവരാണ്. അക്തറുഹും ലിൽ ഹഖ് കാരിഹൂൻ, അവരിൽ അധികം ആളുകളും സത്യത്തോട് വെറുപ്പ് കാണിക്കുന്നവരാണ്. അക്തറുഹും ലാ യഅഖിലൂൻ, അവരിൽ കൂടുതൽ ആളുകളും ചിന്തിക്കാത്തവരാണ്. അക്തറുഹും ലാ യഷ്കുറൂൻ, ഭൂരിപക്ഷ മനുഷ്യരും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ജീവിക്കുന്നവരാണ്. അക്തറുഹും ലാ യഅലമൂൻ, അവരിൽ അധികം ആളുകളും അറിവില്ലാത്തവരാണ്. അക്തറുഹുമുൽ കാഫിറൂൻ, ഭൂരിപക്ഷ മനുഷ്യരും അവിശ്വാസികളാണ്. എന്നാൽ മനുഷ്യരിൽ തന്നെ വളരെ കുറഞ്ഞ ന്യൂനപക്ഷം ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ വളരെ കുറച്ച് ആളുകൾ അവർ നന്ദിയോടെ ജീവിക്കുന്നവരാണ്. ഈ ഒരു കൊച്ചു സംഘത്തിലാണ് നാം ജീവിക്കുന്ന ഇക്കാലത്ത് നമ്മളൊക്കെ ഉൾപ്പെടാൻ പരിശ്രമിക്കേണ്ടത്. എക്കാലത്തും അങ്ങനെ ഒരു കൊച്ചു സംഘം ഈ ഭൂമുഖത്ത് നിലനിൽക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ള പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിലായി നിലകൊള്ളുന്ന ഒരു കൊച്ചു സംഘം എൻ്റെ ഉമ്മത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലാ യളുറുഹും മൻ ഖദലഹും, അവർക്ക് എതിരെ നിന്ന് ആരൊക്കെ അവരോട് നേരിട്ടാലും അവരുടെ ഉപദ്രവങ്ങളൊന്നും ഇവരെ ബാധിക്കുകയില്ല. ഹത്താ യഅ്തിയ അംറുല്ലാഹ് വഹും കദാലിക്, അള്ളാഹുവിൻ്റെ കൽപ്പന അഥവാ അന്ത്യസമയം വരുന്നതുവരെ അവരാ സത്യത്തിലായി നിലകൊള്ളുമെന്നാണ്. ഈ ഒരു കക്ഷിയുടെ പ്രത്യേകതയാണ് ജീവിതത്തിൽ അള്ളാഹുവിനെ സദാസമയവും സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നത്. ഭൂരിപക്ഷ മനുഷ്യരും അശ്രദ്ധയിലായ വിഷയവും തന്നെ പടച്ച, തനിക്ക് അനുഗ്രഹങ്ങൾ കൊട്ടി നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ മറക്കുന്നു എന്നതാണ് ഭൂരിപക്ഷ മനുഷ്യരുടെയും പ്രത്യേകത. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുർറക ബി റബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അത്യുദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ മനുഷ്യ നിന്നെ വഞ്ചിച്ചതാരാണ്? നിന്നെ പടച്ച് മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യതിരക്തത നൽകി നിന്നെ ആദരിച്ച് ശാരീരിക സൃഷ്ടിപ്പിൽ പോലും നിന്നോട് ആദരവ് കാണിച്ച ആ അള്ളാഹുവിനെ മറന്നു നീ, എന്താണതിന് കാര്യം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജുംദാൻ പർവ്വതം ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ട് നിൽക്കും പോലെ ഭൂരിപക്ഷ മനുഷ്യരിൽ അള്ളാഹുവിനെ ഓർത്ത് അവൻ്റെ വിധിവിലക്കുകൾ പരമാവധി ശ്രദ്ധിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അവരുടെ പ്രത്യേകത പരലോകത്ത് സബഖൽ മുഫദ്ദിദൂൻ, ആ ഒറ്റപ്പെട്ടവർ ഒന്നും ഭയപ്പെടാനില്ലാതെ നിർഭയമായി അതാ സ്വർഗത്തിലേക്ക് മുൻകടക്കുമെന്നാണ് അള്ളാഹു ഉണർത്തിയിട്ടുണ്ട്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ, നീ നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം, വളരെ വിനയപൂർവം ഭയപ്പാടോടുകൂടി അത്യുച്ചത്തിലാകാതെ പ്രഭാത പ്രദോഷ സമയങ്ങളിൽ പ്രത്യേകിച്ചും നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം. വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധരിൽ പെട്ടുപോകരുത് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വഅലൽ ആഖിലി, ഒരു ബുദ്ധിമാനായ മനുഷ്യന് അനിവാര്യമാണ് അൻ യകൂന ലഹു അർബഉ സാആത്തിൻ, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു 4 സമയം
4 സന്ദർഭം ഒരു ബുദ്ധിമാനായ മനുഷ്യനുണ്ടാകണം. ഏതാണ് ആ 4 സമയം? സാഅത്തുൻ യുനാജി ഫീഹാ റബ്ബഹു. ഒരു സമയം അവൻ എത്ര തിക്കും തിരക്കും പിടിച്ച ഓട്ടത്തിനിടയിലും തൻ്റെ റബ്ബിലേക്കൊന്ന് മാറിയിരുന്ന് ആ റബ്ബിനോട് തൻ്റെ കാര്യങ്ങൾ സ്വകാര്യമായി പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സമയം. അതൊരു വിശ്വാസിക്ക് നിർബന്ധമാണ്. വസാഅത്തുൻ യുഹാസിബു ഫീഹാ നഫ്സഹു. മറ്റൊന്ന്, തന്നെ വിലയിരുത്താൻ, തന്നെക്കുറിച്ച് സ്വയം വിചാരണ ചെയ്ത് ഞാൻ എവിടെ, എൻ്റെ ജീവിതം ഇനി എത്ര കാലം, ഞാൻ ഇതുവരെ ചെയ്തതെന്ത്, ഇനി എന്താണ് ചെയ്യാനുള്ളത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, തന്നെക്കുറിച്ചുള്ള ഒരു ആത്മവിചാരണ നടത്താൻ അവനൊരു സമയം കാണണം. വസാഅത്തുൻ യുഫക്കിറു ഫീഹാ ഫീ സുൻഇല്ലാ. മറ്റൊരു സമയം, അള്ളാഹു മനുഷ്യനിലും ഈ പ്രപഞ്ചത്തിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അവൻ്റെ പ്രാപഞ്ചിക വ്യവസ്ഥകൾ, സൃഷ്ടിപ്പുകൾ അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആലോചിച്ച് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക് ഫഖ്നാ അദാബന്നാർ എന്ന് ഉള്ളിൽ തട്ടി മനസ്സിൽ തട്ടി പറയാൻ പറ്റുന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു സമയം കാണണം. 4-മത്തെ സമയം, വസാഅത്തുൻ യഖ്ലു ഫീഹാ ലിഹാജതിഹി മിനൽ മത്അമി വൽ മശ്റബ്. അവന് തിന്നണം, കുടിക്കണം, കുടുംബം പോറ്റണം, അവൻ്റെ ഉപജീവന മാർഗങ്ങളിൽ മുഴുകണം. അതിനും അവനൊരു സമയം കാണണം. യഥാർത്ഥത്തിൽ അവസാനം പറഞ്ഞതിൽ നമ്മളുമുണ്ട്, മനുഷ്യരൊക്കെയുമുണ്ട്. ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളിൽ നമ്മൾ മാത്രമുണ്ടാവും. പക്ഷെ നമ്മളുണ്ടോ? തൻ്റെ റബ്ബിനോട് സ്വകാര്യമായി സംസാരിക്കാൻ ഓരോ 24 മണിക്കൂറിലും വിലപ്പെട്ട സമയങ്ങൾ നീക്കിവെക്കാൻ, തന്നെക്കുറിച്ച് സ്വയം ഒന്ന് വിലയിരുത്തി എത്രയെത്ര ആരോഗ്യമുള്ളവരാണ് പെട്ടെന്ന് മരണത്തിലേക്ക് കീഴടങ്ങുന്നത്. ഒരു റോഡൊന്നും മുറിച്ചു കടക്കാൻ, ഒരാവശ്യത്തിന് വേണ്ടി റോഡ് മുറിച്ചു കടക്കുന്ന മനുഷ്യനാണ് മരണത്തിൻ്റെ മുഖം അവനിലേക്ക് ഓടിയെത്തുന്നത്. മനുഷ്യൻ്റെ ജീവിതം അത്രമാത്രം ക്ഷണികമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് ആലോചിക്കാൻ, അള്ളാഹു വെച്ച ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അതേപോലെ തന്നെ അവനവൻ്റെ ഉപജീവന കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കണം. അധ്വാനിക്കണം, വരുമാനമുണ്ടാക്കണം, കുടുംബം പോറ്റണം, നന്നായി ജീവിക്കണം. അതിനും അവൻ സമയം കാണണം. അള്ളാഹു വെറും ഇബാദത്തുകളിൽ മാത്രമായി നമ്മളെ വിട്ടിട്ടില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ഉപജീവന മാർഗങ്ങളിൽ മുഴുകുമ്പോഴും അവൻ യഥാർത്ഥത്തിൽ ഒരു ഇബാദത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മളിപ്പോഴുള്ള ദിവസങ്ങൾ, നമ്മൾ ബലികർമ്മത്തിൽ നിന്ന് വിരമിച്ചു. ഇനിയും ബലി അറുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാന ദിവസം വരെ, അഥവാ ദുൽഹിജ്ജ 13 വരെ വേണമെങ്കിൽ ബലി അറുക്കാം. ഇതുവരെ അതിന് ഞാൻ അത്ര ആലോചിച്ചില്ല, എൻ്റെ കയ്യിൽ പണമുണ്ട്, ഇനി അവസരമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്ക് അയ്യാമുത്ത് തശ്രീഖിൻ്റെ അസ്ർ വരെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ബലികർമ്മം നിശ്ചയിച്ചവർ അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിൽ മുഴുകിയവർ അതിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇനി എറിയുക എന്ന ആ കർമ്മങ്ങൾക്ക് വേണ്ടി മിനയിൽ കഴിഞ്ഞുകൂടുകയാണ്. അള്ളാഹു അവർക്ക് ഇനിയും യാതൊരു അപകടത്തിലും പെടാതെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു വരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അയ്യാമുത്ത് തശ്രീഖ്, അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹി അസ്സ വജല്ല. ഇനിയുള്ള ദുൽഹിജ്ജ 13 വരെയുള്ള ദിവസങ്ങൾ തിന്നാനും കുടിക്കാനുമുള്ള ദിവസങ്ങളാണ്. ഇതാരെയും ഉത്ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. വിവിധ തരം ഭക്ഷണങ്ങളുടെ പേരുകൾ, ഒരുപക്ഷെ നമുക്കറിയുന്ന ഭക്ഷണങ്ങളുടെ പേരുകൾ ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് ഒരുപാട് എഴുതാൻ കഴിയും. അത്രമാത്രം വിഭവമാർന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ച് ആസ്വദിച്ച് ജീവിക്കുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയ്യ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അയ്യാമു തശ്രീഖിന്റെ നാളുകളിൽ അയ്യാമു അക്ലിൻ വശുർബിൻ, അതിൻ്റെ കൂടെ പറഞ്ഞതാണ് വദിക്രിൻ ലില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിവസങ്ങൾ കൂടിയാണ് ഈ ദിവസങ്ങൾ. അതാണ് ഖുർആനിൽ ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങളിൽ നിന്ന്, ബലികർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, വീണ്ടും അള്ളാഹുവിനെ ഓർക്കുക. എങ്ങനെ? കദിക്രിക്കും ആബാഅക്കും,
നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നത് പോലെ. ജാഹിലിയത്തിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പിതാക്കളുടെ പ്രത്യേകമായ പിതാക്കളെ ഓർക്കാനും എൻ്റെ പിതാവ് അത് ചെയ്തു, എൻ്റെ പിതാവ് ഇത് ചെയ്തു എന്നിങ്ങനെ പിതാക്കൾ ചെയ്ത പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞ് പിതാക്കളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അള്ള പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നതിനേക്കാളും അശദ്ദ ദിക്റ, കഠിനമായി അള്ളാഹുവിനെ ഓർക്കണം. നിങ്ങൾക്ക് ആ പിതാക്കളെ തന്ന, നിങ്ങളെ പടച്ച, നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തന്ന അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കണമെന്ന്. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. തൻ്റെ റബ്ബിനെ ഓർത്ത് ജീവിക്കുന്നവനും തൻ്റെ റബ്ബിനെ മറന്നു ജീവിക്കുന്നവൻ്റെയും ഉപമ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. റബ്ബിനെ ഓർത്ത് കഴിയുന്നവൻ അവനാണ് യഥാർത്ഥ ജീവസ്സുറ്റവൻ. റബ്ബിനെ ഓർക്കാതെ ജീവിക്കുന്നവൻ മനുഷ്യക്കോലം മാത്രമാണ്, അവൻ മയ്യത്തിന് തുല്യമാണ്, ശവത്തിന് തുല്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്തരക്കാരിൽ നമ്മൾ പെടാതിരിക്കുക. നമ്മെ പടച്ച, നമുക്ക് ഈ ജീവനം നൽകിയ അള്ളാഹുവിനെ കൂടുതൽ ഓർത്ത് അവൻ്റെ സാമീപ്യം നേടി തന്നെ ഈ ഭൗതിക ലോകത്ത് മരണം വരെ കഴിഞ്ഞുകൂടണം. അള്ളാഹു അവനെ ഓർത്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അൽ ഖുർആനു കലാമുല്ലാഹ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. മുനസ്സലുൻ, അത് അള്ളാഹുവിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടതാണ്. ഗൈറു മഖ്ലൂഖിൻ, അതൊരിക്കലും സൃഷ്ടിയല്ല. മിൻഹു ബദഅ വ ഇലൈഹി യഊദ്, അത് അവനിൽ നിന്ന് തുടങ്ങി അവനിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 10-ലേറെ പേരുകൾ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പേരാണ് ദിക്ർ എന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ദിക്ർ അവതരിപ്പിച്ചത്, നാം തന്നെ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മിലൂടെ ഖുർആൻ സംരക്ഷിക്കപ്പെടണം. അള്ളാഹുവിനെ നാം ഓർക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസിയായി ഈ ഭൂമുഖത്ത് മാറണമെങ്കിൽ വിശുദ്ധ ഖുർആനിലായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഖുർആനിനോടുള്ളൊരു ബാധ്യതയാണ് ഖുർആനിൻ്റെ പാരായണം. തെറ്റുകൂടാതെ പാരായണം ചെയ്യാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇഖ്റഉൽ ഖുർആന ഫീ കുല്ലി ഷഹർ. ഓരോ 30 ദിവസം നമ്മിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലം, ഒരു 30 ദിവസം നമ്മിലൂടെ കഴിഞ്ഞോ ചുരുങ്ങിയത് ഒരു വട്ടം ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിരിക്കണം. അബ്ദുല്ലാഹി അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിനോട് റസൂൽ അത് പറഞ്ഞപ്പോൾ, സിദ്നി യാ റസൂലല്ലാഹ്, റസൂലെ എനിക്ക് കൂടുതൽ അവസരം തരി, ഒരു മാസം പോരാ, എനിക്കൊരാഴ്ച കൊണ്ട് ഖുർആൻ ഓതാൻ കഴിയണം, ഞാൻ അങ്ങനെ ചെയ്യട്ടെ. പിന്നെയും ചോദിച്ചു, ഞാനൊരു 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഒരു മാസം കൊണ്ട് ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാനത് ചെയ്യട്ടെ, 3 ദിവസം കൊണ്ട് ഞാനത് ചെയ്യട്ടെ എന്ന് സ്വഹാബത്ത് അങ്ങോട്ട് ചോദിക്കുകയാണ്. നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? ഒരു 3 ദിവസം കൊണ്ട് ഖുർആൻ ഒരു ആവർത്തി പാരായണം ചെയ്യാൻ, ഒരു 7 ദിവസം കൊണ്ട് ഖുർആൻ ഒരു ആവർത്തി പാരായണം ചെയ്യാൻ? മുൻഗാമികളായ നമ്മുടെ വിശ്വാസികളൊക്കെ സഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 ദിവസം നമ്മിലൂടെ കഴിഞ്ഞു പോയാൽ ഒരു വട്ടം നമ്മൾ ഖുർആൻ പൂർത്തീകരിച്ചിരിക്കണം. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും അക്കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ ഒരു വർഷം കൊണ്ട് 12 മാസം കൊണ്ട് 12 തവണ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. അങ്ങനെ നിങ്ങളൊന്ന് ഖുർആൻ പാരായണം ചെയ്തു നോക്കൂ. നമ്മൾ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതെ അള്ളാഹ് നമ്മെ കാത്തുകൊണ്ടിരിക്കും. നമ്മെ അള്ളാഹു ബറക്കത്തുകൾ കൊണ്ട് പൊതിയും, അവൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിയും. നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാൻ അള്ളാഹ് റെഡിയായിരിക്കും. കാരണം എന്താ? നമ്മുടെ നാവിൽ അള്ളാഹുവിൻ്റെ കലാമാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പഠിതാവ് കൂടി ആയാലോ
അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ശ്രദ്ധ കൂടുതലായിക്കൊണ്ടിരിക്കും എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനും അതിൻ്റെ പാരായണത്തിൽ നല്ല ശ്രദ്ധയുള്ളവരായി മാറണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞ് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ താൽപര്യപൂർവ്വം ശ്രദ്ധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار اللهم اعتقنا من النار اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.